ആർ സ്റ്റഡി ഫോർ മാത്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമ്പിൾ 1.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് 0.999 ഇൻ ദ ഫോം P/Q. ആർ യു സർപ്രൈസ്ഡ് ബൈ യുവർ ആൻസർ? ഡിസ്കസ് വൈ ദ ആൻസർ മേക്ക് സെൻസ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ളതാണ്. 0.999 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം അല്ലേ. 0.9999 എക്സെട്ര. അതെന്താണ്? 0.9 ഇവിടെ ബാർ അല്ലേ, 9 റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ഇവിടെ ഒരു ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യും? 10, രണ്ട് സൈഡിലും 10. അപ്പോൾ ആദ്യം എക്സ് ഈസ് ഈക്വൽ ടു 0.999 എക്സെട്ര. അപ്പോൾ രണ്ട് സൈഡിലും 10 മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 0.9999. ഓക്കെ, 10x ഈസ് ഈക്വൽ ടു ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.99 എന്നാവും അല്ലേ. 9.999 എന്ന് വരും. ഓക്കെ, ഒരു ഡിജിറ്റ് ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് മാറും, 9.99 എന്നാവും. വീണ്ടും 10x ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 പ്ലസ് 0.999 എന്ന് എഴുതാമല്ലോ. 9 പ്ലസ് 0.99 ആണല്ലോ 9.99. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 10x ഈസ് ഈക്വൽ ടു 9 പ്ലസ് ഇത് നമ്മുടെ എക്സ് ആണല്ലോ, എക്സ്. ഓക്കെ, ഇനി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 10x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ 10xൽ നിന്ന് ഒരു എക്സ് പോയാൽ 9x ഈസ് ഈക്വൽ ടു 9. എക്സ് ഈസ് ഈക്വൽ ടു 9/9 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയല്ലേ. അപ്പോൾ 0.999 എന്ന് പറയുന്നത് എന്താണ്? 1 ആണല്ലേ. ഓക്കെ, ഈ 1 എന്ന് പറയുന്നതും 0.9 എന്ന് പറയുന്നതും തമ്മിൽ ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. 0.9, 0.999, 0.99, അതായത് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു 1 ആണല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു 1. ഈ 0.9 എന്നൊക്കെ പറയുന്നത് തന്നെ എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണല്ലേ. നമ്മളൊരു നമ്പർ ലൈനിൽ കാണിക്കുമ്പോൾ തന്നെ 0.8, 0.9, പിന്നെ 0.99, 0.999, പിന്നെ 1 വരുന്ന സമയത്ത് ഇത് വളരെ അടുത്തടുത്തടുത്തായിട്ടുള്ള നമ്പേഴ്സ് ആണല്ലേ. ഈ 1നോട് വളരെ ക്ലോസ് ആണല്ലോ. അപ്പോൾ 0.99 എന്നൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ therefore എന്താണ്? 0.9999 എക്സെട്ര സീക്വൽ ടു എന്താണ്? ഇതെന്താണ്? 1ന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ക്യാൻ ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17? പെർഫോം ദ ഡിവിഷൻ ടു ചെക്ക് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ എന്താണ്? 1/17 ആണല്ലേ. അപ്പോൾ 1/17 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഡിവൈസർ എന്താണ്? നമ്മൾ ഡിവൈസർ നോക്കി നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഇതിൻ്റെ ഡിവൈസർ എന്ന് പറയുന്നത് 17 ആണല്ലേ. അപ്പോൾ എന്താണ്? ഡിജിറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിവൈസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1/17 ആകുമ്പോൾ ഡിജിറ്റ് എന്ന് പറയുന്നത് 16 ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, 16 ഡിജിറ്റ് ആയിരിക്കും. ഇത് 1/17 16 ഡിജിറ്റ്സ് ആയിരിക്കും. ഇവിടെ എന്താണ്? ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17 ഈസ് 16. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ? അത് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും. 16 ഡിജിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ്. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാണ്. 1/17 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 0.058823529411767. വീണ്ടും 05 എന്ന് വെച്ച് വീണ്ടും ഈ 16 ഡിജിറ്റ് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താണ് എഴുതാൻ കഴിയുന്നത്? ദ
The maximum number of digit be in the repeating block of digit in the decimal expansion of 1/17 is എന്താണ് 16 ഡിജിറ്റ് ആണ് 16. ഓക്കെ, ഇവിടെ എന്താണ് ഡിവൈസർ 17 ആണല്ലേ. അപ്പോൾ എന്തായിരിക്കും ലെസ് ദാൻ ദ ഡിവൈസർ. ഓക്കെ, the maximum number of digits that can be in the repeating block of digits in the decimal expansion of 1/17 is എന്താണ് 16. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 6th ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് സെവറൽ എക്സാമ്പിൾ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദ ഫോം p/q not equal to 0 where p and q are integers with no common factors other than 1 and having terminating decimal representations. Can you guess what property q must satisfy? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് പല എക്സാമ്പിളിലൂടെ നോക്കാം അല്ലേ. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഓരോരോ എക്സാമ്പിൾ എടുത്ത് നോക്കാം. 1/2, 1/3 അങ്ങനെ ഒരു 1/10 വരെ നമുക്ക് നോക്കാം. 1/2 ഇത് p/q ഫോം തന്നെയാണല്ലോ. അപ്പോൾ 1/2 0.0 5 × 2 10 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി 0.5. അപ്പോൾ ഇതെന്താണ്? ഇത് ടെർമിനേറ്റിംഗ് ആണല്ലേ. ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഇനി നമുക്ക് അടുത്തത് ഒരു 1/3 നോക്കാം. 1/3 ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/3 0. ഇവിടെ 0 കൊടുത്തു. 3 × 3 9 ആണ്. 1 0 3 × 3 9. ഇതെന്താണ്? അതൊരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് ആണല്ലേ. 0.3 ബാർ. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. നെക്സ്റ്റ് 1/4 നോക്കാം. 1/4 ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 × 4 8 ആണ്. 2 0 5 × 4 20. അപ്പോൾ ഇതെന്താണ്? 0.25 എന്ന് കിട്ടി. ഇത് ടെർമിനേറ്റിംഗ് തന്നെയാണല്ലേ. ഇത് ടെർമിനേറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് ടെർമിനേറ്റിംഗ് ആണല്ലോ കിട്ടിയത്. അപ്പോൾ ഇത് p/q ഫോമിലാണ്. അപ്പോൾ q ഇവിടെ എന്താണ്? 2 ആണല്ലേ. q = 2. ഓക്കെ, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. വീണ്ടും ടെർമിനേറ്റിംഗ് 1/4 ടെർമിനേറ്റിംഗ് ആണല്ലേ. ഇവിടെ എന്താണ്? q = 4 ആണ് നമുക്ക് കിട്ടിയത്. 4 എന്ന് പറയുന്നത് എന്താണ്? 2² ആണല്ലേ. നെക്സ്റ്റ് നമുക്ക് 1/5 നോക്കാം. 1/5 2 × 5 10 ആണ്. ഇതും ടെർമിനേറ്റിംഗ് തന്നെയാണല്ലേ. 0.2 ഇതെന്താണ്? ഇത് ടെർമിനേറ്റിംഗ് തന്നെയാണ്. ഇവിടെ q എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ p/q ഫോം. ഇതിലെ q എന്താണ്? 5 ആണല്ലേ. നെക്സ്റ്റ് നമുക്ക് 1/6 നോക്കാം. 1/6 ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/6 0. ഇവിടെ 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? 1 × 6 6 എന്ന് വരും. ബാക്കി 4 ഉണ്ട്. ഓക്കെ, 0 കൊടുക്കാം. 6 × 6 36. വീണ്ടും 4 വരുന്നു. അപ്പോൾ എന്താണ്? ഇവിടുന്ന് 6 റിപ്പീറ്റ് ആയി പോവാണല്ലേ. 6 6 എന്ന് പോകും. വീണ്ടും 0 കൊടുക്കുന്നു. 6 × 6 36 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 0.16 ബാർ അല്ലേ. അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. നെക്സ്റ്റ് 1/7 നോക്കാം. 1/7 നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വാല്യൂ ആണ്. 0.14287 നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് ആണ്. നെക്സ്റ്റ് 1/8 നോക്കാം. 1/8 0. ഇവിടെ 0 കൊടുക്കാം. 1 × 8 8 2 ഉണ്ട്. വീണ്ടും 0 കൊടുക്കുന്നു. 2 × 8 എന്താണ്? 16 ആണ്. 4 5 × 8 40.
ഓക്കെ, അപ്പോൾ 0.125 ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ആണല്ലേ? ടെർമിനേറ്റിംഗ് ആണ്. ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഇതിൻ്റെ ക്യൂ 8 ആണ്. ഇതൊരു ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ക്യൂ 8 കിട്ടി. അപ്പോൾ 8 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ ക്യൂബ് ആണല്ലേ? ഓക്കെ, നെക്സ്റ്റ് 1/9 0.091. അപ്പോൾ ഇതെന്ത് നമുക്ക് കിട്ടും? 0.1 റിപ്പീറ്റ് ആവുകയാണ് ഇവിടെയും. ഓക്കെ, 1/10 നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലേ, 0.1. അപ്പോൾ ഇവിടെ എന്താണ്? Q = 10 ആണ്. 10 എന്ന് പറയുന്നത് 2 × 5 ആണല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ക്യൂവിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ Q = 2 ആണ് കിട്ടുന്നത്. ഇവിടെ Q2², Q ഇവിടെ 5 ആവുന്നുണ്ട്. ഇവിടെ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ Q ഇവിടെ 2 ക്യൂബാണ്. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ക്യൂവിനുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്താണ് കണ്ടെത്താൻ സാധിക്കുന്നത്? Q must satisfy the factors of 2 and 5 അല്ലേ? Q must satisfies the factors of 2 and 5. Q must satisfy the factors of 2 and 5 അല്ലേ? അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് എന്ത് എഴുതാം? Q is equal to 2m into 5n, where m and m ഉം n എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. m and n are integers. ഓക്കെ, Q must satisfy the factors of 2 and 5. അപ്പോൾ Q എന്ന് പറയുന്നത് എന്താണ് നമുക്കിവിടെ കിട്ടുന്നത്? 2m/5n. ഓക്കെ, എമ്മും എന്നും ഇൻറ്റിജേഴ്സും. ഓക്കെ, ബാലൻസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.